ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് യൂണിറ്റ് 3 അഗ്രഷൻ ബൈ മീന കന്ദസ്വാമി. ഇതും ഒരു പോയമാണ്. മീന കന്ദസ്വാമി എഴുതിയിട്ടുള്ള പോയം. ഇതിൽ മീന കന്ദസ്വാമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഷീസ് എ വൈബ്രൻറ്റ് ഇന്ത്യൻ പോയറ്റ്, ഫിക്ഷൻ റൈറ്റർ, ട്രാൻസ്ലേറ്റർ ആൻഡ് ആക്ടിവിസ്റ്റ്. ഒരു റൈറ്റർ എന്നതിനേക്കാൾ അവർ ഒരു ആക്ടിവിസ്റ്റാണ്. അതായത് ഇന്നത്തെ ഈ ഒരു സൊസൈറ്റിയിലുള്ള ചലഞ്ചസിനെതിരായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിനെതിരെ ശബ്ദമുയർത്തുന്ന ഒരു വ്യക്തിയാണ് ആര്? മീന കന്ദസ്വാമി. ഈ ഒരു പോയം അഗ്രഷൻ എന്ന പോയം, ഇതുപോലുള്ള അഗ്രഷൻ പോലെ ഒരുപാട് പോയം അവർ എഴുതിയിട്ടുണ്ട്. ഇതിലെല്ലാം തന്നെ ഈ പോയറ്റ് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഷീ കൺഫ്രണ്ട്സ് ദി മീനിങ്ലെസ്നെസ് ഓഫ് ഒപ്രസീവ് ട്രഡീഷൻ. ഒരുപാട് നമ്മുടെ സൊസൈറ്റിയിൽ മാർജിനലൈസേഷൻ ഉണ്ട്, ഒപ്രഷൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ മീനിങ് എന്താണ്? എന്തിനിങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്നു, ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കുന്നു? ഇപ്പോൾ മെയിൽ ഫീമെയിൽ ആ ഒരു ഡിസ്ക്രിമിനേഷൻ, പിന്നെ റേസിൻ്റെ പേരിലുള്ള ഡിസ്ക്രിമിനേഷൻ, കാസ്റ്റിൻ്റെ പേരിലുള്ള ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ഇങ്ങനെ ഉള്ള ഓരോ സൊസൈറ്റൽ നോംസ്, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, ഈ രീതികളൊക്കെ എന്തിന് ഉണ്ടായി എന്നതിനെക്കുറിച്ച് അതിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന വർക്കുകളാണ് ഇവർ കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെയുള്ള അതിനെക്കുറിച്ചൊക്കെ തന്നെ പറയുന്ന ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നവരെക്കുറിച്ച് അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും, സ്ത്രീകളാണെങ്കിലും കാസ്റ്റിൻ്റെ പേരിലുള്ള ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു പോയമാണ് അഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇവരുടെ ഒരു ബയോഗ്രഫി നോക്കുകയാണെങ്കിൽ 1984 മീന കന്ദസ്വാമി ജനിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിൽ ചെന്നൈയിലാണ് ജനനം. ആൻഡ് ഷീ ഹാസ് പബ്ലിഷ്ഡ് 2 കളക്ഷൻ ഓഫ് പോയട്രി, ടച്ച്, അതുപോലെ തന്നെ മിലിറ്റൻസി. 2006 2010 അവർ ഈ 2 പോയം എഴുതിയിട്ടുള്ളത്. ആൻഡ് ഷീ ഹാസ് ടു ക്രെഡിറ്റ് ഓവർ സെവറൽ ഷോർട്ട് സ്റ്റോറീസ്, ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ്, നോവൽസ്, ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ദളിത് എന്ന് പറയുന്ന ഒരു മാഗസിൻ്റെ എഡിറ്ററാണ്. പിന്നെ ഔട്ട്ലുക്ക് ഇന്ത്യ, ദ ഹിന്ദു, ഇതിലൊക്കെ കോളംനിസ്റ്റും കൂടി ആണ്. പിന്നെ ഷീ ഈസ് ഓൾസോ നോൺ ആസ് ദി ആക്ടിവിസ്റ്റ്, ട്രാൻസ്ലേറ്റർ ആൻഡ് ആക്ടർ. ഒരു ആക്ടറും കൂടിയാണ്. ഷീ ഹാസ് ആക്റ്റഡ് ഇൻ ദി മലയാളം മൂവി ഒരാൾ പൊക്കം എന്നുള്ള ഒരു മലയാളം മൂവിയിലും ഇവർ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കന്ദസ്വാമി ഒരു ദളിത് റൈറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദളിത്സിനോടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ, പിന്നെ അപ്പർ ക്ലാസ്സിന്, പ്രിവിലേജ്ഡ് അപ്പർ ക്ലാസ്സിന് ഇവരോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്, പിന്നെ ജെൻഡർ റിലേഷൻ, കാസ്റ്റിസം, എല്ലാത്തിനെയും കുറിച്ചും എവിടെയൊക്കെ മനുഷ്യർ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നുണ്ടോ അതിനെതിരൊക്കെ ശബ്ദമുയർത്തുന്ന ഒരു ആക്ടിവിസ്റ്റും കൂടിയാണ് നമ്മുടെ പോയറ്റ് മീന കന്ദസ്വാമി. ഈ ഒരു പോയത്തിൽ, അഗ്രഷൻ എന്ന പോയത്തിലും ദ പോയറ്റ് സ്പീക്സ് അബൌട്ട് ദി വയലൻറ്റ് റിയാക്ഷൻ ഓഫ് പീപ്പിൾ ടു സർട്ടൻ സിറ്റുവേഷൻ. ചില സാഹചര്യങ്ങളിൽ എന്താണ് നമുക്ക് റിയാക്ട് ചെയ്യേണ്ടതായിട്ട് വരും, വയലൻ്റായിട്ട് റിയാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് ഷീ സ്പീക്സ് അബൌട്ട് ഹൗ ദ സൈലൻറ്റ് വെയിറ്റ് ആൻഡ് ഇൻവേർഡ് സ്ട്രഗിൾ ടേൺ ഇൻ ടു എ റെവല്യൂഷൻ. അപ്പോൾ നമ്മൾ പലരും എന്താ ചെയ്യുക, നമുക്ക് എഗെയിൻസ്റ്റായിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പലരും അതിനെ ആദ്യമൊക്കെ സൈലൻ്റായിട്ട് അതിനെ
വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് ശരിയാവും എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യും. പിന്നീട് അതിനെ ഒരു സ്ട്രഗിൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇതൊക്കെ ചെയ്തിട്ടും അത് ശരിയായില്ലെങ്കിൽ അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു എക്സ്പ്ലോഷൻ ആയിരിക്കും അല്ലേ? മനസ്സിൽ അടക്കി വെച്ച് ഒരു നാൾ അത് എന്ത് ചെയ്യും? പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. ആൻഡ് ഇമോഷൻ വിച്ച് ആർ കെപ്റ്റ് ബ്രിഡിൽ ഫോർ എ ലോങ് ടൈം, ഇമോഷൻസ് നമ്മൾ പ്രകടിപ്പിക്കാതെ കുറേ നാൾ നമ്മൾ മനസ്സിലകത്ത് തന്നെ അത് വെക്കുമ്പോൾ അതെന്തായിട്ട് മാറും? ഒരു അഗ്രസീവ് ബിഹേവിയർ ആയിട്ടായിരിക്കും പിന്നീട് അത് പുറമേക്ക് വരിക. ആൻഡ് പോയറ്റ് ഹിയർ റിവീൽസ് ഹൗ ദ സോഷ്യൽ deprivation that accumulates in history snowballs into collective resentment and cycles of violence. അപ്പോൾ നമ്മൾ കാലങ്ങളായിട്ട് ഇങ്ങനെ സോഷ്യൽ ഇൻജസ്റ്റിസ് ഉണ്ടാവുന്നുണ്ട്, പലതിൻ്റെ പേരിലും ഡിസ്ക്രിമിനേഷൻ ആൾക്കാർ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, ക്ലാസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, മാർജിനലൈസ് ചെയ്ത് നിർത്തപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ പല രീതിയിലുള്ള ഓപ്പറേഷൻ ഫേസ് ചെയ്യുന്നവരാണ് അല്ലേ? അപ്പോൾ അതിനെതിരൊക്കെ ആ ഓപ്പറേഷനെയൊക്കെ ഇത് ശരിയാവും എന്ന് വിചാരിച്ച് ഇരുന്നാലും അത് ഒരിക്കലും എന്ത് ചെയ്യുന്നുണ്ടാവില്ല. മാർജിനലൈസ് സെക്ഷൻ എപ്പോഴും അതുപോലെ തന്നെ ഉണ്ടാവും. അവർ പവർ സെൻറ്റേഴ്സിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് എപ്പോഴും നിൽക്കുന്നത്, അവരെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നൂറ്റാണ്ടുകളായിട്ട് സൈലൻ്റായിട്ട് ഇതൊക്കെ എന്താണ് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഈ ഒരു കണ്ടീഷൻ ശരിയാവുമെന്നുള്ള രീതിയിൽ. പക്ഷെ അതിനൊരിക്കലും ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല. എന്നുവെച്ചാൽ മുമ്പത്തെ അത്രയുമല്ല, ഒരുപാട് ചേഞ്ചസ് ഉണ്ട്, എന്നാലും മുഴുവനായിട്ടും അത് നമ്മുടെ സൊസൈറ്റിയിൽ നിന്നും ഈ ഡിസ്ക്രിമിനേഷൻസ് ഒരിക്കലും മുഴുവനായിട്ടും ഇല്ലാതായിട്ടില്ല. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആ റൈറ്റ്സ് ഈക്വലാണ്. അപ്പോൾ അത് നമ്മൾ പറയുന്നുണ്ടെങ്കിലും പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ എല്ലാവർക്കും എല്ലാ അവകാശങ്ങളും നേടിയെടുക്കാൻ പറ്റുന്നുണ്ടോ? സോഷ്യൽ ഇൻജസ്റ്റിസ് നടക്കാതിരിക്കുന്നുണ്ടോ ഒക്കെ ആ ഒരു ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ഇല്ല. എല്ലായിടത്തും സോഷ്യൽ ജസ്റ്റിസ് ആണ് എല്ലായിടത്തും, ഇൻജസ്റ്റിസ് നടക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ല. And the literature that arises as an outburst against caste system is known in India as Dalit literature. അപ്പോൾ ഈ ദളിത്സിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ അല്ലെങ്കിൽ ആ പ്രശ്നത്തെ കൂടുതലായി എടുത്തു കാണിക്കുന്ന ഒരു ലിറ്ററേച്ചറിൻ്റെ ഒരു ഷോണറാണ് എന്ന് പറയുന്നത് ദളിത് ലിറ്ററേച്ചർ. അപ്പോൾ മീന കന്ദസ്വാമി ഇങ്ങനൊരു ലിറ്ററേച്ചർ വേണം, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടി ആണ്. Here poet speaks volumes and is filled with fire as it brings out the anger in the hearts of downtrodden communities. അപ്പോൾ ഈ downtrodden ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിൻ്റെ മനസ്സിൽ എന്താണ് ഒരു എന്താ പറയുക, അവർക്ക് ഒരു സ്പാർക്ക് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു തിരി കത്തിച്ച് കൊടുക്കുക. അപ്പോൾ അത് എന്തായി വലിയൊരു ആളി കത്താൻ പോന്നിട്ടുള്ള ഒരു തീയായിട്ട് അതിനെ മാറ്റുക. എന്ന് വെച്ചാൽ പലരും ഇതിനെതിരെ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ശബ്ദമുയർത്തുന്നുണ്ടാവില്ല. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് വേണ്ടി വാദിക്കാനും ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോഴാണ് അവർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കണം എന്നുള്ള തോന്നൽ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഈ ഡൗൺ ട്രോഡൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു സ്പാർക്ക് കൊടുക്കുന്ന ഒരു പോയമാണ് ഈ അഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് അവേഴ്സ് ഈസ് എ സൈലൻസ് ദാറ്റ് വെയിറ്റ്സ്, ഞങ്ങളുടെ സൈലൻസ് ആണ് ദാറ്റ് വെയിറ്റ്സ്. ആ സൈലൻസ് എന്ന് പറയുന്നത് എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ഇവിടെയുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള എല്ലാ വിഭാഗങ്ങളും. അപ്പോൾ അവരെങ്ങനെ വെയിറ്റ് ചെയ്യണു? എൻഡ്ലെസ്ലി വെയിറ്റ്സ്. ആ കാത്തിരിപ്പിന് എന്തില്ല, ഒരു അവസാനമില്ല. ആൻഡ് ദെൻ അൺഎബിൾ ടു ബെയർ ഇറ്റ് എനി ഫർദർ. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ശരിയാവും എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അത് ശരിയാവുന്നില്ല. ശരിയാവാതിരിക്കുമ്പോൾ ഇവർക്ക് അത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാവുന്നു. ആൻഡ് ഇറ്റ് ബ്രേക്സ് ഇൻ ടു വെയിൽസ്.
അതെന്താവുകയാണ്, ആ സൈലൻസ് അവർ ബ്രേക്ക് ചെയ്യണു. ബട്ട് നോട്ട് ഓൾ സപ്രസ്ഡ് റിയാക്ഷൻസ് എൻഡ് ഇൻ അവർ ബിമോണിങ് ദ ട്രാജഡി. എല്ലാ സപ്രസ്ഡ് റിയാക്ഷനും എന്താണ്, ഒരു എന്ത് ഒരു സ്ട്രഗിൾ ഉണ്ടാകുമ്പോഴും അവിടെ ഒരു ട്രാജഡിയും ഉണ്ടാവും. അതായത് ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് ഫേസ് ചെയ്യുന്നുണ്ടായിട്ട് വരുന്നുണ്ട്. സംടൈംസ് ദ ഔട്ട്വേർഡ് സിഗ്നൽസ് ഓഫ് ഇൻവേർഡ് struggles take colossal forms and the revolution happen because our dreams explode. അപ്പോൾ പിന്നെ അവിടെ എന്താ നടക്കുന്നത്, ഒരു റെവല്യൂഷനാണ് നടക്കുന്നത്, ഒരു വിപ്ലവമാണ് നടക്കുന്നത്, ഒരു റിവോൾട്ടാണ് നടക്കുന്നത്. അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫൈറ്റാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആ സൈലൻസ് എന്ന് പറയുന്നത് പിന്നീട് എന്താണ് ചെയ്തത്, എക്സ്പ്ലോഡ് ചെയ്യണം, അതിങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം അഗ്രഷൻ ഈസ് ദ ബെസ്റ്റ് കൈൻഡ് ഓഫ് ട്രബിൾ ഷൂട്ടിംഗ്. അപ്പോൾ പല സന്ദർഭങ്ങളിലും അഗ്രഷൻ എന്ന് പറയുന്നതാണ് എന്ത്, ഒരു ട്രബിൾ ഷൂട്ടിംഗ് ആയിട്ട് ഇവിടെ പറയുന്നത്. അതാണ് ശരിയായ മാർഗം എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ഫോം ഓഫ് ബിഹേവിയർ arising ഫ്രം ഗ്രീഫ് or anger which leads to hurting or injuring another living being. അഗ്രഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ബിഹേവിയർ ആണ്, അത് ഒരു വിഷമത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ദേഷ്യത്തിൽ നിന്നോ ഉണ്ടാവുന്നു. ഇത് which leads to hurting or injuring another living. അപ്പോൾ ആ ദേഷ്യമോ അല്ലെങ്കിൽ ആ സങ്കടമോ അത് വളർന്ന് മറ്റുള്ള വ്യക്തികളെ ഹാം ചെയ്യുന്ന പോലെ, അവരെ ഹേർട്ട് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അവരെ മുറിപ്പെടുത്തുന്ന പോലുള്ള ഒരു രീതിയിലേക്ക് അത് വളർന്ന് വരണം. അപ്പോൾ ഈ പോയത്തിൽ മീന കന്ദസ്വാമി ഷീ സ്പീക്സ് അബൌട്ട് ദി സൈലൻസ് ദാറ്റ് വെയിറ്റ് എൻഡ്ലെസ്ലി. ആ സൈലൻ്റായിട്ട് അവർ വെയിറ്റ് ചെയ്യണു. ആ വെയിറ്റിംഗ് ഇറ്റ് ഹാസ് ബീൻ ഫോർ സച്ച് എ ലോങ് പീരീഡ് ഓഫ് ടൈം ആൻഡ് ദാറ്റ് ഇറ്റ് ബ്രേക്സ് വൺ ഡേ. അപ്പോൾ ഒരു ദിവസം ആ സൈലൻസ് ബ്രേക്ക് ചെയ്യണം. ദ പോയറ്റ് സേസ് ദാറ്റ് ദിസ് ഡസ് നോട്ട് ഹാപ്പൻ എവറി ടൈം. എല്ലാ സമയത്തും ഇത് നടക്കുന്നില്ല. അറ്റ് ടൈംസ് ദ ഇൻവേർഡ് സ്ട്രഗിൾസ് ബിക്കം സോ ഇൻറ്റൻസ് ദാറ്റ് ദേ ഗ്രൂ ഇൻ സൈസ് ആൻഡ് ഫൈനലി എക്സ്പ്ലോഡ്. അപ്പോൾ ഏതൊക്കെ സമയത്താണോ അവരുടെ ആ ഒരു ഇൻവേർഡ് സ്ട്രഗിൾ, ഉള്ളിലുള്ള ആ സ്ട്രഗിൾ ഇൻറ്റൻസ് ആവുന്നത്, കൂടുന്നത്, അത് അവസാനം എന്ത് ചെയ്യണു, ഒരു പൊട്ടിത്തെറിയിലേക്ക് മാറുന്നു. ആ പൊട്ടിത്തെറിയാണ് ഒരു റെവല്യൂഷൻ വിച്ച് ഈസ് ദ കൾമിനേഷൻ ഓഫ് ലോങ് സപ്രഷൻ. കുറേ കാലത്തെ അടിച്ചമർത്തലുകൾക്ക് ഒരു ഉത്തരമായിട്ടാണ് ഈ റെവല്യൂഷൻ ഉണ്ടാവുന്നത്. ആൻഡ് ദ പോയിറ്റ് സേസ് ദാറ്റ് വയലൻസ് ഓർ അഗ്രഷൻ ഈസ് ഓഫൺ ബെസ്റ്റ് കൈൻഡ് ഓഫ് ട്രബിൾ ഷൂട്ടിംഗ്. അപ്പോൾ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ അവസാനമായിട്ട് ഈ ഒരു വയലൻസ് ആവശ്യമായിരിക്കും, അല്ലെങ്കിൽ ഒരു അഗ്രഷൻ ആവശ്യമായിട്ട് വരും. ഇതാണ് അഗ്രഷൻ എന്നുള്ള പോയം. അപ്പോൾ ഇതിനെ സമ്മറൈസ് ചെയ്ത് നമുക്ക് പറയുകയാണെങ്കിൽ സൊസൈറ്റിയിലുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ചിട്ടും ദളിറ്റ്സ് അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് വിമൻ, ഇവരൊക്കെ അപ്പർ കാസ്റ്റിൻ്റെ അട്രോസിറ്റീസിന് ഇരയായിട്ടുള്ളവരാണ്. അപ്പോൾ ഇവർ സൈലൻ്റായിട്ട് അതെല്ലാം ക്ഷമിച്ച് ഒരു ദിവസം അത് ശരിയാവും എന്നുള്ള രീതിയിൽ പ്രതികരിക്കാതെ ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ്, ശരിയാവും എന്നുള്ള രീതിയിൽ. പക്ഷേ ശരിയാവാതെ വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കൂടുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും, അതിനെതിരെ ഒരു ദിവസം പ്രതികരിക്കും. പക്ഷെ ആ പ്രതികരണം എന്തായിരിക്കും, വലിയൊരു പൊട്ടിത്തെറിയായിട്ടായിരിക്കും മാറുന്നത്. ഇതാണ് അഗ്രഷൻ എന്നുള്ള പോയത്തിലൂടെ മീന കന്ദസ്വാമി പറയുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.